ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ചാലിശ്ശേരിയിൽ മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി സോക്കർ അസോസിയേഷൻ ഒരുക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന അഖിലേന്ത്യാ ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ഭാരവാഹികൾ ചാലിശ്ശേരി അൻസാരി കൺവെൻഷൻ സെന്ററിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുലയംപറമ്പത്തുകാവ് ക്ഷേത്ര മൈതാനത്ത് ചാലിശ്ശേരി കുടുംബശ്രീ CDSന്റെ നേതൃത്വത്തിൽ 100 പേർ പങ്കെടുക്കുന്ന മെഗാ തിരുവാതിര കളിക്ക് ശേഷം സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റും മുൻ ദേശീയ താരവുമായ യു ഷറഫ് അലി മത്സരം ഉദ്ഘാടനം ചെയ്യും. ഫുഡ് ബുക്ക് റെസ്റ്റോറന്റ് പെരുമ്പിലാവ് നൽകുന്ന വിന്നേഴ്സ് ട്രോഫിക്കും ഇസ ഗോൾഡൻ ഡയമണ്ട്സ് കൂറ്റനാട് നൽകുന്ന റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടി നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ KMG മാവൂരും ശാസ്ത്ര മെഡിക്കൽസ് തൃശൂരും തമ്മിൽ ഏറ്റുമുട്ടും. കായിക രംഗത്ത് മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന മാർവൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ ജനശ്രദ്ധ നേടിയ സഹയാത്ര ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായാണ് ആരവം 2024 എന്ന പേരിൽ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. ടൂർണമെന്റിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കായിക രംഗത്തെ വളർച്ചയ്ക്കു വേണ്ടിയുമാണ് വിനിയോഗിക്കുന്നത്. 10 നിരകളിലായി ഒരേ സമയം 7500 പേർക്ക് ഇരുന്നു കാണാനാവുന്ന ഇരുമ്പ് പൈപ്പ് കൊണ്ട് നിർമ്മിച്ച താൽക്കാലിക ഗാലറിയാണ് മത്സരത്തിനായി മുലയംപറമ്പത്ത് പൂരമൈതാനിയിൽ ഒരുക്കിയിട്ടുള്ളത്. വിദേശ താരങ്ങൾ ഉൾപ്പെടെ സംസ്ഥാന ദേശീയ താരങ്ങൾ പങ്കെടുക്കുന്ന അഖിലേന്ത്യാ തരത്തിലുള്ള പ്രമുഖരായ 26 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. കളി കാണുവാൻ സ്ത്രീകൾക്കായി ഗാലറിയിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കിയിട്ടുണ്ട്. 2 ആംബുലൻസും ഡോക്ടർമാർ ഉൾപ്പെടുന്ന മെഡിക്കൽ ടീമും മൈതാനത്ത് ഉണ്ടാകും. കൂടാതെ 1 കോടി രൂപയ്ക്ക് ടൂർണമെന്റ് ഇൻഷുറൻസും ചെയ്തിട്ടുണ്ടെന്ന് സംഘാടകർ പറഞ്ഞു. സംഘാടക സമിതി ചെയർമാൻ VV ബാലകൃഷ്ണൻ, കൺവീനർ MM അഹമ്മദുണ്ണി, കോർഡിനേറ്റർമാരായ TK സുനിൽകുമാർ, ഗോപിനാഥ് പാലഞ്ചേരി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.